നമസ്കാരം. എ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ശരിയായ ഡ്രൈവിങ്ങിലൂടെ എങ്ങനെ വാഹനത്തിന് ഇന്ധനം ലാഭിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈക്കും കാറും ഉൾപ്പെടെ പല വാഹനങ്ങളും എപ്പോഴും കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നാം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന്. കാരണം അധിക ദൂരം വാഹനം ഓടാതെ ഇന്ധനം പെട്ടെന്ന് കുറയുന്നു എന്ന് വരുമ്പോൾ ചിലപ്പോൾ ഈ കുഴപ്പം വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ആയിട്ടുള്ളതാകാം. എന്നാൽ കൂടുതൽ പേർക്കും സംഭവിക്കുന്നത് ഡ്രൈവിങ്ങിലെ പാകപ്പിഴയാണ്. ഇന്ധനം പാഴാവുന്നതിന് മുഖ്യ കാരണം ഡ്രൈവിംഗ് ശീലങ്ങൾ മാറ്റം വരുത്തുന്നതിലൂടെ ഒരളവ് വരെ നമുക്ക് ഇന്ധനം ലാഭിക്കാൻ കഴിയും. അതിനുവേണ്ടി ഏതാനും ചില ടിപ്സുകളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അടിക്കടി ഇന്ധനവില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശീലമാക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും. ആദ്യമായി വാഹനത്തിൻ്റെ വേഗം നിയന്ത്രിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇടയ്ക്കിടെ വേഗം കൂട്ടുന്നതും കുറയ്ക്കുന്നതും കഴിവതും ഒഴിവാക്കുക. വേഗത്തിനനുസരിച്ച് കൃത്യമായ ഗിയറിൽ തന്നെ വാഹനം ഓടിക്കുക. തെറ്റായ ഗിയറിൽ വാഹനം ഓടിക്കുന്നത് മൂലം 20% വരെ ഇന്ധനനഷ്ടമുണ്ടാകുന്നു. ഓരോരോ വാഹനത്തിൻ്റെയും പവറിനനുസരിച്ച് വിവിധ വേഗതയിൽ ഉപയോഗിക്കേണ്ട ഗിയറുകൾ അതായത് യൂസർ മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കുക. മണിക്കൂറിൽ 45-നും 50-നും കിലോമീറ്റർ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ 40% വരെ ഇന്ധനം ലാഭിക്കാൻ കഴിയും. അതോടൊപ്പം എൻജിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും. അതുപോലെ ദീർഘദൂര യാത്രയിൽ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത് വേഗം നിയന്ത്രിക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം വാഹനത്തിൻ്റെ ശരിയായ പരിചരണമാണ്. നിശ്ചിത ഇടവേളകളിൽ വാഹനം ട്യൂൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് 6% വരെ ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. 5000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വാഹനം സർവീസ് ചെയ്യുക. നിശ്ചിത ഇടവേളകളിൽ വീൽ അലൈൻമെൻറ്റ് പരിശോധിക്കുന്നതും നല്ലതാണ്. സർവീസ് ചെയ്യുന്ന വേളയിൽ ഇക്കാര്യങ്ങൾ മെക്കാനിക്കിനെ ഓർപ്പെടുത്തിയാൽ മതി. സ്പാർക്ക് പ്ലഗുകളും നിശ്ചിത ഇടവേളകളിൽ മാറ്റുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാന കാര്യം ക്ലച്ചിൻ്റെ ഉപയോഗമാണ്. ക്ലച്ചിന് മുകളിൽ കാൽ വെച്ച് വാഹനം ഓടിക്കരുത് എന്ന് മാത്രമല്ല ആവശ്യമില്ലാതെ ക്ലച്ച് ഉപയോഗിക്കുകയും ചെയ്യരുത്. ഗിയർ മാറ്റുമ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മാത്രം ക്ലച്ച് ഉപയോഗിക്കുക. അനാവശ്യ ക്ലച്ച് ഉപയോഗം ഇന്ധനം പാഴാകുന്നതിനൊപ്പം ക്ലച്ച് ഡിസ്ക് തേയ്മാനത്തിനും കാരണമാകും. അടുത്തതായി ടയറിൻ്റെ മർദ്ദം ഇടയ്ക്കിടെ പരിശോധിക്കുക. 2 ആഴ്ചയിലൊരിക്കൽ മർദ്ദം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ടയറുകളിൽ നൈട്രജൻ നിറച്ചാൽ വളരെ വേഗം മർദ്ദം കുറയുന്നത് ഒഴിവാക്കാം. റേഡിയൽ ടയറുകൾ ഉപയോഗിക്കുന്നത് വഴിയും ഇന്ധനം ലാഭിക്കാം. റേഡിയൽ ടയറുകൾ ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതിനൊപ്പം യാത്ര സുഖവും ആക്കി തീർക്കുന്നു. അടുത്ത ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗമാണ്. വാഹനം നിർത്തിയിടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക. എന്നാൽ യാത്ര തുടരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. 2 മിനിറ്റിലേറെ നേരം വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യുന്നത് ഉത്തമമാണ്. ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യുക. അതുപോലെ തിരക്ക് കുറഞ്ഞ വഴി തിരഞ്ഞെടുക്കുന്നത് മൂലം ധാരാളം ഇന്ധനം നമുക്ക് ലാഭിക്കാൻ കഴിയും. തിരക്കേറിയ വഴിയിലൂടെ പതുക്കെയുള്ള യാത്ര ഇന്ധനം കുടിച്ചു തീർക്കും. അനാവശ്യ ഭാരം വാഹനത്തിൽ കയറ്റുന്നതും ഒഴിവാക്കുക. അതുപോലെ ഇടയ്ക്കിടെ ചെറിയ അളവിൽ പെട്രോൾ നിറയ്ക്കുന്നതിലും നല്ലത് ടാങ്ക് നിറയെ ഇന്ധനം നിറയ്ക്കുന്നതാണ്. അതുവഴി എപ്പോഴും പെട്രോൾ പമ്പിൽ പോകുന്നതിൻ്റെ ഇന്ധനനഷ്ടം അങ്ങനെ ഒഴിവാക്കാനും സാധിക്കും. വാഹനം പൊരുവെയിലത്ത് നിർത്തിയിടുന്നത് ഒഴിവാക്കി തണലത്ത് പാർക്ക് ചെയ്യാം. ഇന്ധനം ബാഷ്പീകരിച്ച് നഷ്ടമാകുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കാവുന്നതാണ്. AC-യുടെ ബുദ്ധിപൂർവ്വമുള്ള ഉപയോഗവും പ്രധാനമാണ്. കൊടുംചൂടിൽ AC ഉപയോഗിക്കാതെ കാറിൽ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ബുദ്ധിപരമായി AC ഉപയോഗിച്ചാൽ ഇന്ധനനഷ്ടം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ഉൾവശം നന്നായി തണുത്താൽ AC ഓഫ് ചെയ്യുക. ചൂട് അനുഭവപ്പെടുമ്പോൾ വീണ്ടും ഓൺ ചെയ്യാം. രാവിലെയും വൈകിട്ടും ചൂട് കുറവുള്ള സമയത്തുള്ള യാത്രകളിൽ AC-യുടെ ഉപയോഗം ഒഴിവാക്കുക നല്ലതായിരിക്കും. AC-യുടെ ഉപയോഗം മൂലം 10% വരെ ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ ആദ്യം പറഞ്ഞ പോലെ കാറിൽ ധാരാളം സ്ഥലമുണ്ടെന്ന് വെച്ച് അനാവശ്യ ലഗേജ് വണ്ടിയിൽ കരുതേണ്ട. ഭാരമുള്ള വസ്തുക്കൾ വാഹനത്തിൽ സ്ഥിരമായി സൂക്ഷിക്കുകയും ചെയ്യരുത്. ലഗേജ് ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നും ഓർക്കുക. മേൽപ്പറഞ്ഞ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇന്ധനം ലാഭിക്കാം. വാഹനത്തിൻ്റെ ഇന്ധനം എങ്ങനെ ലാഭിക്കാം എന്നുള്ള ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.